പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ചു ധ്യാനിക്കുന്നു. ഈശോ തന്റെ പീഡാസഹനങ്ങൾക്കായി ജെറൂസലമിലേക്ക് പ്രവേശിക്കുന്നതും തുടർന്ന് ദേവാലയം ശുദ്ധീകരിക്കുന്നതുമാണ് ഇന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നത്. രണ്ട് പ്രാർത്ഥനാ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈശോ തന്റെ ഈ രാജകീയമായ വരവിൽ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് ഒരു കഴുതയെയും കഴുതക്കുട്ടിയെയുമാണ്. ഒരുപക്ഷെ ആരും അത്ര ശ്രദ്ധിക്കുന്നില്ലാത്ത, പ്രസക്തി കൊടുക്കാത്ത ഒരു കാര്യം. തന്റെ രാജകീയമായ വരവിൽ സന്തോഷത്തിൽ ഏറ്റവും എളിയതായി കരുതിയിരുന്നതിന് പോലും ഈശോയുടെ ചിന്തയിൽ, ഈശോയുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടാകുന്നു. അതാണ് നമ്മൾ ഈ കഴുതയ്ക്കും കഴുതക്കുട്ടിക്കുമൊക്കെ ഈ ഈശോയുടെ രാജകീയ യാത്രയിലും ജെറൂസലേം പ്രവേശനത്തിലുമൊക്കെ ഒരു റോൾ എന്ന് പറയുമ്പോൾ ആത്മീയമായി മനസ്സിലാക്കേണ്ടത്. കഴുതയും കഴുതക്കുട്ടിയും ഒരുപക്ഷെ ആളുകളുടെ കീറിപ്പറഞ്ഞ വില കുറഞ്ഞ വസ്ത്രങ്ങളും ആരും അത്ര ശ്രദ്ധിക്കാതെ നിന്ന മരച്ചില്ലകളും പാവപ്പെട്ട ജനങ്ങളും അവരുടെ ജൈവലികളും ഒക്കെ ഈശോയുടെ പദ്ധതിയിൽ ഏത് ചെറിയ കാര്യങ്ങൾക്കും ഒരു സ്ഥാനമുണ്ടായിരുന്നു. നമുക്കും ഒരുപക്ഷെ നല്ല കാലം വരുമ്പോൾ, നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരെയും വിലയില്ലാത്തവരെയും കൂടെ നിർത്താനും അവർക്കും നമുക്കും അതുവഴി വില ജീവിതത്തിൽ വർദ്ധിക്കാനും ദൈവത്തിന്റെ മുമ്പിൽ വലിയവരാകാനുമുള്ള ഒക്കെ ഒരവസരം നമുക്കും ഉണ്ടാകണമെന്നുള്ള കാര്യം മറക്കാതിരിക്കാം. ഒരുപക്ഷെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്നതൊക്കെ നന്മയാക്കി മാറ്റി നമുക്ക് നന്മയും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പാവപ്പെട്ടവരെയും എളിയവരെയും നമ്മളോട് ചേർത്ത് നിർത്തുവാനും നമ്മുടെ സന്തോഷങ്ങളിൽ പങ്കു ചേർക്കുന്നവരാകാനും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമതൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഈശോയുടെ ദേവാലയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ്. ഈശോ വളരെ ശാന്തനായി സൗമ്യനായി കഴുതപ്പുറത്തൊക്കെ ഏറെ ജെറൂസലേമിലേക്ക് വന്നെങ്കിലും ഈശോയ്ക്ക് ദേവാലയത്തിൽ നടന്ന കാര്യങ്ങളോട് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസുമില്ല. ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഈശോ തയ്യാറാകുന്നില്ല. ആത്മീയ കാര്യത്തിൽ, ദൈവത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒരു വ്യക്തിത്വത്തിന്റെ മാതൃകയാണ് ഈശോ കാണിച്ചു തരുന്നത്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പെട്ടെന്ന് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നതും സാരമില്ലെന്ന് കരുതുന്നതും ഒക്കെ ആത്മീയ കാര്യങ്ങളാണ്, പ്രാർത്ഥനാ കാര്യങ്ങളാണ്, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ആത്മീയ കാര്യങ്ങളെ, പ്രാർത്ഥനാ കാര്യങ്ങളെ, അനുദിനമുള്ള പ്രാർത്ഥനകളെയും സാധിക്കുമ്പോഴൊക്കെയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തെയും ഞായറാഴ്ചകളിൽ നിർബന്ധമായുള്ള കുർബാന അർപ്പണത്തെയും ഒക്കെ കൂടുതൽ ഗൗരവത്തോടെ കാണാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോംപ്രമൈസോ അഡ്ജസ്റ്റ്മെന്റോ ഇല്ലാതെ ദൈവത്തിന് ഏറ്റവും ഉയർന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനോഭാവം രൂപപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ ജെറൂസലേം പ്രവേശനം എല്ലാവരെയും, ഏറ്റവും ചെറിയ ആളെ പോലും ഞങ്ങളോട് ചേർത്ത് നിർത്തി ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അവിടെ എളിമയോ അവിടെ സിംപ്ലിസിറ്റിയോ കാണിച്ച് അത് ആത്മീയ കാര്യങ്ങൾക്ക് വിലയില്ലാതെ പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത് എന്നങ്ങ് ഓർമ്മിപ്പിക്കുന്നു. കർത്താവെ, ആത്മീയ കാര്യങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ, കർത്തൃ ശുശ്രൂഷയിൽ കൂടുതൽ ശുഷ്കാന്തി ഉള്ളവരാകാനും അതിന് കൂടുതൽ വില മതിക്കുന്നവരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.